ഞാൻ ശ്രീധരൻ സാറിനോട് പറയുകയാണ്, രാമപിള്ള സാറിൻ്റെ അച്ഛനേക്കാൾ ജൂനിയറാണ്. എങ്കിലും 10 വയസ്സ് എന്നുള്ളത് അവർ തമ്മിലുള്ള ഇടപെടലുകളെല്ലാം 10 വയസ്സൊന്നും ഞാനെല്ലാം കണ്ടിട്ടുണ്ട്. ഒരുമിച്ച് ഇങ്ങനെ കടൽമാശ പറയുകയും ഞാനുപോയ കാര്യത്തിന് വലിയ പൊക്കമൊന്നുമില്ലാത്ത രാമപിള്ള സാറും പലപ്പോഴും ഒരുമിച്ച് തുടങ്ങി ഭക്ഷണം കഴിക്കുന്ന കാര്യം രണ്ടുപേരും തുല്യ അഭിപ്രായക്കാരാണ്. ശിശനായ പ്രൊഫസർ ജഗന്നാഥ പണിക്കർ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടിയാണ് ഈ സോപ്പാണ്. ശ്രീ മോഹൻദാസിൻ്റെ മക്കളുണ്ടായിരുന്നു. നല്ല ആചാരായിരുന്നു ജഗന്നാഥ പണിക്കർ സാർ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലപ്പോഴും അങ്ങനെ വിവിധ രാഷ്ട്രീയ രംഗങ്ങളിലുള്ള സമൂഹത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളോട് വർത്തമാനം പറയുകയും ചെയ്തു. രാമപിള്ള സാറിനെ കുറിച്ച് ശ്രീധരൻപിള്ള സാർ ചില കാര്യങ്ങളോട് പരമേശ്വരൻ ചേട്ടനാകുന്നത് ഇരുട്ടിൻ്റെ നിലവിളികൾ എന്നൊരു പുസ്തകം ശ്രീധരൻപിള്ള സാറ് എഴുതിയിട്ടുള്ളതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് പരമേശ്വരൻ ചേട്ടൻ പറഞ്ഞത്. 1977 ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്ത് അതിനെതിരായി പോരാടി ശ്രീനിവാസം അനുഭവിച്ച ആളാണ്. ഇന്നത്തെ കോൺഗ്രസിലാണെങ്കിലും അന്നത്തെ നാഷണൽ ആർട്സ് ഇരുട്ടിൻ്റെ നിലവിൽ ശ്രീധരൻപിള്ള സാർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യവും പിന്നീട് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യവുമുണ്ട്. അതിൽ നിങ്ങൾക്ക് പല ആളുകൾക്കും വ്യക്തിപരമായിട്ടല്ല രാഷ്ട്രീയമായി വിയോജിക്കുന്നതായാലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങിയതും അതുകൊണ്ട് തന്നെ തന്റെ ആരോഗ്യം ജീവിതത്തിനും മരണത്തിനും ഇടയിൽ വല്ലാത്ത വെല്ലുവിളി നേരിടുന്നത് പിണറായി വിജയനാണ്. അതുപോലെ ഒരു മുഖ്യമന്ത്രി ഇന്ന് ഈ ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി വ്യക്തിബന്ധങ്ങൾ, സൗഹൃദം, അങ്ങനെയാണ് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്. ശ്രീധരൻപിള്ള സാറ് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ പ്രായത്തിലുള്ളവരുടെ ലേണഡ് സീനിയറാണ്. സാറ് ചില കേസുകളിൽ ഹാജരായിട്ടുള്ളത് അത് എൻ്റെ പല ചങ്ങാതിമാരും ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ചെന്ന് നിന്ന് കേട്ടിട്ടുള്ളത് പോലെ കോടതി മുറികളിൽ സാറിൻ്റെതായ വാദമുഖങ്ങൾ കേട്ടിട്ട് വന്ന് പറയാറുണ്ടായിരുന്നു. പിന്നീടാണ് സാറിനെ അടുത്ത് പരിചയപ്പെടുന്നത്. അതൊരു ഭാഗ്യമായി നിമിത്തമായി മാറിയത് സാറ് രചിച്ചതായ ചില പുസ്തകങ്ങൾ സ്വന്തം കൈപ്പടയിൽ സ്നേഹപൂർവ്വം എഴുതി ഒപ്പിട്ട് സാറ് നൽകുമായിരുന്നു. പിന്നെ ഈ 2 പുസ്തകങ്ങൾ സാറ് ഇനി സമ്മാനിക്കാനുണ്ട്. അത് ജൂണിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ, അത് രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും പറയുകയുണ്ടായി. ഞാനതിനെ സംബന്ധിച്ച് ഇവിടെയൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുന്നുണ്ട്. പഴയ ഒരു US പ്രസിഡന്റ് പറഞ്ഞതുപോലെ യു റീഡ് മൈ ലിപ്സ്. അത്ര കേരളമായി മാറിയതിന് പിന്നീട് ഒരുപാട് ചരിത്രമുണ്ട്. അത് ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീരും ചോരയും വിയർപ്പും ശരീരങ്ങളും ഉണ്ടാക്കിയതാണ്. ഞാനിപ്പോൾ അത്രയും പറയുന്നു. സാമൂഹ്യമായ ഉച്ചനീതിത്വങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ പല കാര്യങ്ങളിലും നമ്മുടെ പ്രപിതാമഹന്മാർ നമുക്ക് കാട്ടിയതായ ഒരു വഴിയുണ്ട്. രാമപിള്ള സാറിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ കുറേ നാൾ കൂടി കഴിയുമ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളായി കടന്നു വരുന്ന ചെറുപ്പക്കാരോട് ഇങ്ങനൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കെട്ടുകഥയാണോ എന്ന് ചോദിക്കുന്ന ഒരു കാലം വിദൂരമല്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് ഒരുപക്ഷെ പറയുമ്പോൾ അത് കളിയാക്കി ചില ആളുകൾ അങ്ങനെ കെട്ടുകഥയാണെന്ന് പറയുന്ന കാലം വിദൂരമല്ല എന്ന് പറയുന്നത് പോലെ ഇതുപോലെ ചില ആളുകൾ ഇതൊരു അപൂർവ ജനുസാണ്. ഇതിന് നോക്കിയാലുള്ള തീയായി ഒരു പന്തമായി അഗ്നിയായി വെളിച്ചമായി കൊണ്ടുപോവുക എന്നത് വളരെ പ്രയാസകരമായ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ ആ പ്രകാശരേണുക്കൾ അങ്ങനെ പ്രസരിപ്പിക്കുന്നതായിട്ടുള്ള ആ അഗ്നിശലാകം കൊണ്ടുപോകുന്നതിനേക്കാൾ പ്രയാസകരമാണ് ആ തീ ഇങ്ങനെ ആളിക്കത്തിക്കുന്നതിന് ഒരു കനൽ കലാതെ കൊണ്ടുപോകുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. എതിരാളികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയമായി ശത്രുക്കളല്ല, എതിരാളികളാണ്. ശത്രുക്കൾ പലപ്പോഴും ഉണ്ടാവുക സ്വന്തം പാളയത്തിൽ തന്നെയാണ്. എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം. ആ അഭിപ്രായങ്ങൾ അത്തരത്തിൽ നമ്മളെല്ലാവരും ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു എന്നുള്ളത്
എന്നല്ലാതെ ഞാൻ എൻ്റെ പിന്നാമ്പുറം ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് എൻ്റെ പിൻവശം അറിയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പിൻവശവും അറിയില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു പക്ഷേ നൊന്തുപറ്റ അമ്മ ആയിരിക്കും നമ്മുടെ പിൻവശമെല്ലാം കണ്ടിട്ടുണ്ടാകും. പിന്നെ ആരും നമ്മുടെ പിൻവശം കണ്ടിട്ടില്ല എന്നുള്ളതുപോലെ നമ്മുടെ മനസ്സിലും ജീവിതത്തിലുമെല്ലാം ഒരിക്കലും തുറക്കപ്പെടാത്തതായിട്ടുള്ള ഒരുപാട് വാദങ്ങളും വാതായനങ്ങളും ഉണ്ടാവും. ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ആരൊക്കെ തന്നെ തുറക്കാൻ ശ്രമിച്ചാലും പല ആളുകളും അങ്ങനെ തന്നെ അടഞ്ഞു കിടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരുപാട് വാദങ്ങളും വാതായനങ്ങളും ഉണ്ടായി. രാമപിള്ള സാറിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് വ്യഥകളുണ്ട്. ചിലതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തെ ആദരിക്കാനായി ഇങ്ങനെ ഒത്തുകൂടി നിങ്ങളൊക്കെ എന്നുള്ളതും എന്നെ ക്ഷണിച്ചു, നന്ദി. ഞാൻ ആഭ്യന്തര അടിയന്തരാവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനൊന്നും ആവില്ലായിരുന്നു. ഒരു പക്ഷേ 3 വയസ്സിൽ ഇങ്ങനെ അച്ഛന് വേണ്ടി മൈക്കെടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലാതെ എനിക്ക് ആദ്യമായി പോലീസുകാരിൽ നിന്ന് ചൂട് കഷായ ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ വെച്ച് കിട്ടിയില്ലായിരുന്നു. ഞാനൊന്നും അങ്ങനെ പുറത്തിറങ്ങില്ലായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി വിദ്യാർത്ഥികൾ രാഷ്ട്രീയമായി അത്തരത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥക്കെതിരായി മുദ്രാവാക്യം വിളിച്ചവർ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ ഹോട്ടലിന്റെ മുൻവശത്തെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിൽ വെച്ചാണ്. അങ്ങനെ ജൈവാസം അനുഭവിച്ചുകൊണ്ടാണ് എന്റെ പാർട്ടിയുടെ അഡ്വക്കേറ്റ് ജനറൽ സെക്രട്ടറി കൂടിയാണ് എംഎസിന്റെ മകനുണ്ടായിരുന്നത്. അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട 23 വിദ്യാർത്ഥികൾ ജീവിച്ചിരുന്നത്. രാമപിള്ള സാറ് ഒത്തിരി എഴുതണം. സാറ് നടന്നു വന്ന വഴികൾ, കടലിൽ ചവിട്ടി നടന്നു വന്നതും അതിനേക്കാൾ വല്ലാതെ നമ്മൾ പറയുമല്ലോ, ശ്രീരാമപിള്ള സാറിനെ എത്തിക്കൂടി ഞാനങ്ങനെ പ്രസംഗിക്കുന്നത് ശരിയല്ല. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാനൊരു കുട്ടി മാത്രമാണ്. രാജഗോപാൽ സാറിനെ പോലുള്ളൊരു നമ്മുടെ നിഴല് പോലും സൂര്യന്റെ ഔദാര്യമാണ് എന്ന് പറയാറുണ്ടല്ലോ. നടന്നു പോകുമ്പോൾ നമ്മുടെ പിന്നിൽ ഒരു നിഴല് വീഴുന്നത് ആ നിഴല് പോലും സൂര്യന്റെ ഔദാര്യമാണ് എന്നുള്ളത് പോലെ ഏത് പൊതുപ്രവർത്തകനും ഏത് രാഷ്ട്രീയ നേതാവിനും ഏത് ഭരണാധികാരിക്കും അവർ കൈയാളുന്നതായിട്ടുള്ള ആ അധികാരവും പ്രതാപവും എല്ലാം ജനങ്ങളുടെ ഔദാര്യം മാത്രമാണ്. സാർ പറഞ്ഞത് ശരി. പരമാധികാരി ജനങ്ങളാണ്. ആ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു സബരിയ അത്തരത്തിൽ കണ്ട് ഋഷിതുല്യമായ ഒരു ജീവിതം അത്തരത്തിൽ നയിക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. ഇന്ന് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പലർക്കും മനസ്സിലാകാത്തതായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഞാൻ നിർത്തുകയാണ്. ഒരു കാലമുണ്ടായിരുന്നു മനുഷ്യൻ്റെതായിട്ടുള്ള ജീവിതം, ആ ജീവിതത്തിന്റെ മെച്ചപ്പെടുത്തലിന് വേണ്ടി മനുഷ്യൻ തന്നെ നിർമ്മിച്ചു കൊണ്ടുവന്നതായ യന്ത്രങ്ങൾ, ആ യന്ത്രങ്ങൾ ആ മനുഷ്യരുടെ തന്നെ ജീവിതങ്ങളെ പിച്ച് ചെയ്യുന്ന ഒരു കാലത്ത് അതൊരു ഫ്രാങ്കൻസ്റ്റീനായി മാറുന്ന കാലത്ത് അവിടെ നിന്ന് മനുഷ്യൻ്റെതായിട്ടുള്ള ജീവിതം, മാനവികതയുടേതായിട്ടുള്ള അതിന്റെ വിപുലീകരണത്തിനും നമ്മുടെ എല്ലാം സമ്പദ് വ്യവസ്ഥയുടെ എല്ലാം അതിന്റെ വളർച്ചയ്ക്കുമായി പണം കണ്ടുപിടിച്ച് ഇന്നിപ്പോൾ മാൻ ആൻഡ് മണി, രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തെയും പണം വിലയ്ക്ക് വാങ്ങാനായി അങ്ങനെ ആക്രാന്തം കൊണ്ടു നിൽക്കുന്നതായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അവിടെയാണ് രാമപിള്ള സാറിനെ പോലുള്ള ചില ആളുകൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. കൂരിരുട്ടിൽ ചില നക്ഷത്രങ്ങൾ ഇപ്പോഴും നമ്മളെ പ്രകാശിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായി രാമപിള്ള സാറിനെ എല്ലാ നന്മകളും നേരുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് എൻ്റെ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പോകുമ്പോൾ ഞാൻ അനുസരണയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് തന്നെ എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ഞാൻ ചോദിക്കുകയുണ്ടായി ഇങ്ങനെ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച്. ഗോവിന്ദ മാസ്റ്ററിനോട് പറഞ്ഞത് രാമപിള്ള സാറിൻ്റെ നടത്തിയാണ്, സമ്പത്ത് അതിൽ പോകണം, വർത്തമാനം പറയണം, സാറിനോട് ഉണ്ടാക്കണം എന്നതാണ്. ഞങ്ങളെല്ലാവരും സാറിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. സാറിന്